ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം യോശുവ പുസ്തകം 8, 9, 10 അധ്യായങ്ങൾ. അധ്യായം 8. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക. ഞാൻ ഹായ് രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്കെടുത്തുകൊള്ളാം. പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിപ്പാക്കണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും ഹായിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു. അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പീൻ. ഞാനും എന്നോടുകൂടെയുള്ള സകല ജനവും പട്ടണത്തോടടുക്കും. അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകും. അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ പറയും. അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിനെ തീ വയ്ക്കണം. യഹോവയുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ചെയ്യണം. സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അവരെ അയച്ചു. അവർ പതിയിരിപ്പിന് ചെന്ന് ബേഥേലിനും ഹായിക്കും മധ്യേ ഹായിക്ക് പടിഞ്ഞാറ് അമർന്നു. യോശുവയോ ആ രാത്രിയിൽ ജനത്തിൻ്റെ ഇടയിൽ താമസിച്ചു. യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു. അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിനു മുമ്പായി ഹായിക്ക് ചെന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ട് അടുത്ത് ചെന്ന് പട്ടണത്തിന് മുമ്പിൽ എത്തി ഹായിക്ക് വടക്ക് പാളയമിറങ്ങി. അവർക്കും ഹായിക്കും മധ്യ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അവൻ ഏകദേശം 5000 പേരെ തിരഞ്ഞെടുത്ത് ബേഥേലിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തി. അവർ പട്ടണത്തിന് വടക്ക് പടജനമായ സൈന്യത്തെ ഒക്കെയും പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരിപ്പുകാരെയും നിർത്തി. യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി. ഹായ് രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവൻ്റെ ജനമൊക്കെയും ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്ക് മുമ്പിൽ ഇസ്രായേലിൻ്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു. പട്ടണത്തിൻ്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പുണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല. യോശുവയും എല്ലാ ഇസ്രായേലും അവരുടെ തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെ ഒക്കെയും വിളിച്ചുകൂട്ടി. അവർ യോശുവയെ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്തായി. ഹായിലും ബേഥേലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല. അവർ പട്ടണം തുറന്നിട്ടയച്ച് ഇസ്രായേലിനെ പിന്തുടർന്നു. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ യോശുവ തൻ്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തി. അവൻ കൈനീട്ടിയ ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിന് തീവച്ചു. ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിൻ്റെ പുക ആകാശത്തിലേക്ക് പൊങ്ങുന്നത് കണ്ടു. അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി. മരുഭൂമി വഴിയായി ഓടിയ ജനവും തങ്ങളെ പിന്തുടർന്നവരുടെ നേരെ തിരിഞ്ഞു. പതിയിരിപ്പുകാർ പട്ടണം പിടിച്ച് പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നു എന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടി. മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലുമായി. ഒരുത്തനും ശേഷിക്കുകയോ വഴുതിപ്പോകുകയോ ചെയ്യാതെ വണ്ണം അവരെ വെട്ടിക്കളഞ്ഞു. ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ഹായ് പട്ടണക്കാരെ ഒക്കെയും വെളിമ്പ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിൻ്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലർ ഒക്കെയും ഹായിലേക്ക് മടങ്ങിച്ചെന്ന് വാളിൻ്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ 12,000 പേർ. ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ. ഹായ് പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേലിയർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. പിന്നെ യോശുവ ഹായ് പട്ടണം ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു. അത് ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഹായ് രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിക്കൽ ഇടുകയും അതിന്മേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കൂന്ന് കൂട്ടുകയും ചെയ്തു. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു.
മോശ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണുകെ ആ കല്ലുകളിൽ എഴുതി. എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പാതി പേർ ഗെരിസീം പർവ്വതത്തിൻ്റെ വശത്തും പാതി പേർ ഏബാൽ പർവ്വതത്തിൻ്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസനായ മോശ മുമ്പേ കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ. അതിൻ്റെ ശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു. മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോട് കൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. അധ്യായം 9. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാൻ ഇക്കരെ മലകളിലും താഴ്വരകളിലും ലെബനോനിനെതിരെ വലിയ കടലിൻ്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബയോൻ നിവാസികൾ കേട്ടപ്പോൾ അവരൊരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി. പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങിപ്പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു. അവൻ്റെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതൊക്കെയും ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്താരോത്തിലെ ബാശാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമോര്യയുടെ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളെല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്ത് അവരെ ചെന്ന് കണ്ടു. ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞ് നിറച്ച് കൊണ്ടുപോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു, ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായും ഇരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോട് രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രമുഖന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിൻ്റെ 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബയോൻ, കെഫീര, ബേരോത്ത്, കിര്യത്ത് യെയാരീം എന്നിവയായിരുന്നു. സഭയിലെ പ്രമുഖന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. എന്നാൽ സഭ മുഴുവനും പ്രമുഖന്മാരുടെ നേരെ പിറുപിറുത്തു. പ്രഭുക്കന്മാരെല്ലാവരും സർവ്വസഭയോടും, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്കവരെ തൊട്ടുകൂടാ. നാം അവരോട് ഇങ്ങനെ ചെയ്ത് അവരെ ജീവനോട് രക്ഷിക്കണം, അല്ലാഞ്ഞാൽ ചെയ്തു പോയ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരുമെന്ന് പറഞ്ഞു. അവർക്ക് വാക്ക് കൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട്, ഇവർ ജീവനോടെ ഇരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ച് അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തൻ്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ ഒക്കെ നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവൻ്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. അധ്യായം 10. യോശുവ ഹായ് പട്ടണം പിടിച്ച് നിർമൂലമാക്കിയെന്നും
അവൻ യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദോനി സദേക്ക് കേട്ടപ്പോൾ, ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരൂശലേം രാജാവായ അദോനി സദേക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിൻ്റെയും യർമൂത്ത് രാജാവായ പീരാമിൻ്റെയും ലാഖീഷ് രാജാവായ യാഹിയായിയുടെയും എഗ്ലോൻ രാജാവായ ദെബീയേലിൻ്റെയും അടുക്കൽ ആളയിച്ചു. ഗിബെയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്യുകകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറയിച്ചു. ഇങ്ങനെ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമോര്യ രാജാക്കന്മാരും ഒരുമിച്ച് കൂടി അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബെയോനു നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയിച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെന്ന് പറയിച്ചു. എന്നാൽ യോശുവയും പടജനവും ഒക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തന് നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളിച്ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി ഗിബെയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു. ബേത്ത് ഹോരോനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസേക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ബേത്ത് ഹോരോൻ ഇറക്കത്തിൽ വച്ച് അസേക്ക വരെ യഹോവ ആകാശത്തുനിന്ന് വലിയ കല്ല് അവരുടെ മേൽ പേയിച്ചു അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടതനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഐവരും ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു. രാജാക്കന്മാർ ഐവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാറെ യോശുവ ഗുഹയുടെ ദ്വാരത്തെങ്കിൽ വലിയ കല്ല് ഉരുട്ടിവെച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളെയാക്കുവിൻ. നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവിടെ പിൻപടകെ സംഹരിപ്പിൻ. പട്ടണങ്ങൾ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിലൊരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കൾ യാതൊരുത്തിൻ്റെയും നേരെ ആരും തൻ്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എൻ്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിൻ്റെ അധിപന്മാരോട്, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെൽപ്പിൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ അതിനെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് 5 മരത്തിൽ മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിന്മേൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തെങ്കിൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു. അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്ക് ചെന്ന് ലിബ്നയോട് യുദ്ധം ചെയ്തു. യഹോവ അതിനെയും അതിലെ രാജാവിനെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല.
എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും ലിബ്നയിൽ നിന്ന് ലാഖീശിന് ചെന്നു. അതിൻ്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖീശിനെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേസർ രാജാവായ ഹോരാം ലാഖീശിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവൻ്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവ ഇസ്രായേലൊക്കെയും ലാഖീശിൽ നിന്ന് എഗ്ലോന് ചെന്ന് അതിൻ്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീശിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോന് ചെന്നു അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവ എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദെബീരിന് ചെന്നു അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോടും അതിലെ രാജാവിനോട് ചെയ്തതുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളുടെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നേയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു.